എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ജേണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 7 ഡേയ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ 5 ഓഫ് കപ്പിൻ്റെ എനർജി ഉണ്ട്. ആരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് നിരാശയിലും വിഷമത്തിലേക്ക് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു തോന്നലുകൊണ്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആരുടെയൊക്കെ എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോയാൽ മതി. എനിക്ക് ഈ ചുറ്റുപാടുകൾ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ ജോലി സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു പരിസര പ്രദേശങ്ങളായിരിക്കാം. എന്തോ ഒന്ന് നമുക്കൊട്ടും അവിടെ നിൽക്കണ്ട, മാറി നിൽക്കണം എന്നുള്ളൊരു എനർജിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റമൊക്കെ കാണാം. ഇതിൽ പലപ്പോഴും നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ കൂടി ഒരു ചിന്താഗതി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതാണ് എനിക്ക് ഇതൊന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലും നിങ്ങൾക്ക് അനുകൂലമായി പല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിൽ നിങ്ങളുടെ മനസ്സ് അതിനെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുകൂടി ഇതിൽ പറയാനുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ സാഹചര്യം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടാനോ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വരുന്നൊരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ആർക്കൊക്കെയോ കുറേ നാളായിട്ടുള്ള ഒരു പരിശ്രമം, അതിനൊരു വിജയം കൈവരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് നിങ്ങളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ അതിന് പ്രത്യക്ഷത്തിൽ ഫലങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും അടുത്തൊരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് വിജയം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഒരു അഭിനന്ദനം കിട്ടാൻ ഒക്കെയുള്ളൊരു സാഹചര്യം അടുത്തൊരാഴ്ച നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് ആ സമയം മുതൽ ഉള്ള ഒരാഴ്ചയാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയമല്ല. നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണ് ഈ വീഡിയോ എത്തുന്നത് അപ്പോൾ മുതൽ ഉള്ളൊരാഴ്ചയുടെ ഫലമായിട്ട് തന്നെ ഇതെടുക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ 6 ഓഫ് വാൻഡ്സ് എപ്പോഴും നമുക്കൊരു സക്സസിൻ്റെ കാർഡാണ്. അപ്പോൾ എന്താ പറയുക, ഒരു പരീക്ഷാ വിജയമോ, അല്ലെങ്കിൽ ഒരു ജോലി നേടുന്നതോ, അല്ലെങ്കിൽ ഒരു വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് അവർക്ക് അനുകൂലമായ ഒരു മെസ്സേജ് കിട്ടുന്നതോ, അല്ലെങ്കിൽ അവർക്ക് വിസയോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. ഏറ്റവും അനുകൂലമായിട്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ വരുന്ന ഒരു ആഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മജീഷ്യൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതൊക്കെയോ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയം കൂടിയാണ്. കുറേ നാളായിട്ട് നിങ്ങളൊരു കാര്യം തന്നെ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നേടാൻ പറ്റുന്ന ഒരു ആഴ്ച തന്നെയാണ്, നേടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജ് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി വരുന്ന ഒരാഴ്ച അങ്ങനെ തന്നെയാണ്. ആരുടെയൊക്കെയോ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പുതിയ പല കാര്യങ്ങളും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒരു സ്പിരിച്വൽ യാത്രകൾക്ക് ഒക്കെ പറ്റിയൊരു സമയമാണ് ഇനി വരുന്നത്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ക്ലാസ്സുകളോ, അല്ലെങ്കിൽ ചില യാത്രകളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ആരുടെയൊക്കെയോ ലൈഫിൽ ഒരു ടവർ മൊമെൻ്റ് കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണുന്ന ആരുടെയോ ലൈഫിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ പെട്ടെന്നൊരു ക്രൈസിസ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് കാണേണ്ടത് അതൊരു സഡൻ ചേഞ്ചാണ്. ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റിലോ, അല്ലെങ്കിൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ലൈഫ് പാറ്റേണിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നുകൊണ്ട് നമ്മളെ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയാണത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കാണേണ്ടത് അവിടെ നമ്മൾ സ്റ്റക്കായി പോവുകയോ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ഒരു
പെട്ടെന്ന് ഉള്ളൊരു ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെല്ലാം അനുകൂലമായിട്ട് വരുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടും അനുകൂലമല്ലാതെ ചിന്തിക്കാത്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണരുത്. അവിടെ ഒന്നും നമ്മൾ നമ്മുടെ മൈൻഡ് കൺട്രോളൊന്നും വിട്ടുപോകരുത്. സമാധാനമായിട്ട് അവിടെ പേഷ്യൻസോടെ ഇരിക്കണം. കാരണം അത് നമുക്ക് അനുകൂലമായ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ഒരു ക്രൈസിസായിട്ട് മാത്രം കാണണം. നെക്സ്റ്റ് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ തന്നെയായിട്ടാണ് ചാരിയറ്റ് കാർഡ് വരുന്നത്. അവിടെ യൂണിവേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ കൃത്യമായ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കലും അവിടെ ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതികൂല സാഹചര്യം തന്നു എന്നും ചിന്തിക്കരുത്. അത് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒന്ന് പോസ് ചെയ്യാതെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. മൈൻഡ് അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇമോഷണലി ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ക്വിറ്റ് ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കാം. അതാണ് ഈ ടവർ മൊമെൻറ്റ് നമുക്ക് പറയുന്നത്. അല്ലാതെ അതൊരു തകർച്ചയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു എന്താ പറയുക ആ ഒരു കാര്യത്തിന് പോസ് ചെയ്യുകയല്ല. ചില സമയത്ത് നമ്മുടെ കുറച്ച് ക്യാരക്ടറുകളോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ബിലീഫ് സിസ്റ്റങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ ലൈഫിൽ നമ്മളെ സ്റ്റക്കാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, മുന്നോട്ട് പോവാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നൊരു കാര്യം. അപ്പോൾ അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ സാഹചര്യത്തിൽ ഉൾക്കൊള്ളാനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത ഒരു കാര്യവും മനസ്സിലിട്ട് അതിന് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾക്ക് തോന്നുവാണ് ഇത് എനിക്കുള്ളൊരു റീഡിംഗ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.